അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്നലെ സംസാരിച്ചതിനോട് അനുബന്ധമായി മുസ്ലിം സ്ത്രീകളുമായി സംബന്ധമായ ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇന്ന് എല്ലാ മതങ്ങളിലും അല്ലെങ്കിൽ മറ്റ് മതങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന പവിത്രമായ സ്ഥാനമാണ്, പദവികളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ ഒരു സ്ത്രീക്ക് അവളുടെ വിവാഹം സ്വയം തിരഞ്ഞെടുക്കാനുള്ള അവകാശവും സാവകാശവും അല്ലാഹു തആല നൽകുന്നു എന്നതാണ്. വിവാഹം ഉണ്ടാക്കേണ്ട ചുമതല അൻകിഹുൽ അയാമാ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും. നിങ്ങൾ അവിവാഹിതരായ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക്, ആണുങ്ങൾക്ക് ഒക്കെ നിങ്ങൾ വിവാഹം ഉണ്ടാക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. വിവാഹം ഉണ്ടാക്കേണ്ട ചുമതല സമൂഹത്തിനാണ്. അതിനെക്കുറിച്ചുള്ള വിവരം കൊടുക്കുക, അന്വേഷിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, അതുമായി സഹകരിക്കുക. ഇതൊക്കെ വിവാഹിതനാവേണ്ട ആൾക്ക് വേണ്ടി മുസ്ലിം സമൂഹം തന്നെ ചെയ്തു കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾ അതിൽ പ്രത്യേക താല്പര്യം കാണിക്കുമല്ലോ. എന്നാൽ ഒരു സ്ത്രീക്ക് അവളുടെ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് നിർബന്ധിക്കുവാനോ അവളുടെ ഇഷ്ടമില്ലാതെ ഒരു വിവാഹം അവൾക്ക് നടത്തി കൊടുക്കാനോ പാടില്ലാത്തതാണ് എന്നതാണ് ഇസ്ലാമിക നിയമം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു കന്യക വന്നു. കന്യക വന്നിട്ട് അവർ പറഞ്ഞു റസൂലുള്ളാഹിയോട്, റസൂലുള്ളാഹ്, എൻ്റെ പിതാവ് എൻ്റെ അനുമതി വാങ്ങാതെ എനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ച് അത് നിക്കാഹ് നടത്തിയിട്ടുണ്ട്. എന്നാൽ എനിക്കതിനോട് ഇഷ്ടമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു എന്ന് നോക്കുക. അന്ന അബാഹ സവ്വജഹ വഹിയ സയ്യിബുൻ ഫകരിഹത്ത് ദാലിക ഫഅത്തത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറദ്ദ നിക്കാഹഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിക്കാഹ് റദ്ദാക്കി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു ഹദീസിലുള്ളത്, ഇങ്ങനെ ഒരു സ്ത്രീ വന്നു എന്നിട്ട് റസൂലുള്ളാഹിയോട് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖയ്യറഹ, അയാളെ നിലനിർത്തുകയോ അയാളെ ഒഴിവാക്കുകയോ ചെയ്യാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, തെരഞ്ഞെടുപ്പിനുള്ള അവകാശം അവൾക്ക് നൽകി. അങ്ങനെ പിതാവ് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സംസാരിച്ചു. അങ്ങനെ ഈ വിവാഹം റദ്ദാക്കുന്ന സമയത്ത് ഈ സഹോദരി പറഞ്ഞത്, റസൂലുള്ളാഹ്, എൻ്റെ പിതാവ് നിശ്ചയിച്ച വിവാഹം മതി എനിക്ക്, ഞാനതിൽ സംതൃപ്തയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനൊരു അവകാശമുണ്ട് എന്ന് ഇവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. ഇതാണ് ഇസ്ലാമിലെ നിയമം. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടത്, ഈ ഹദീസിൻ്റെ ബലം പിടിച്ച് കാണുന്നവരെയൊക്കെ പ്രേമിക്കാനും കാണുന്നവരോടൊക്കെ പ്രണയത്തിലാവാനും ദീനോ ഇസ്ലാമിക നിയമങ്ങളോ ഇസ്ലാമിക പെരുമാറ്റച്ചട്ടങ്ങളോ മര്യാദകളോ വിശ്വാസപരമായ തൗഹീദിൻ്റെ കറകളഞ്ഞ തൗഹീദിൻ്റെ ഉടമകളാണോ എന്നൊന്നും അന്വേഷിക്കാതെ, പരലോകത്തിലും പടച്ചവനിലും വിശ്വാസമില്ലാത്ത, എന്നാൽ സാമ്പത്തികമായും ശാരീരികമായും നല്ല ധനാഢ്യനും സൗന്ദര്യമുള്ളവനുമായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ എനിക്കതു മതി എന്ന് ശാഠ്യം പിടിക്കുമ്പോൾ രക്ഷിതാക്കളായ മാതാപിതാക്കൾ അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും അതിൻ്റെ പരലോകത്ത് അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഭീകരമായ ശിക്ഷയെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും ഈ പെൺമക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. സഹോദരിമാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് നബി പറഞ്ഞത് ഏതെങ്കിലും ഒരു തെമ്മാടിക്കോ കള്ളുകുടിയനോ അധർമ്മിക്കോ തോന്നിയവാസിക്കോ തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ചെറുക്കനോ ആണിനോ അല്ല. നേരെ മറിച്ച് മതപരമായി ബോധമുള്ള ദീനുള്ള ഒരാളുടെ കാര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പറഞ്ഞത്. ഇവിടെ ഹൻസ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് ഈ പരാതിയുമായി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം, ഇവിടെ സഹോദരിമാർ മനസ്സിലാക്കി കൊടുക്കേണ്ട, തങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം,
അതായത് മൻ ഹത്വബ ഇലൈക്കും മൻ തർലൗന ദീനഹു വ ഖുൽഖഹു, മതബോധമുള്ള ദീനീബോധമുള്ള ഒരു ആളുടെ വിവാഹം നിങ്ങളിലേക്ക് വന്നാൽ ഫസവ്വിജൂഹു, അയാൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് റസൂലുള്ളാഹിൻ്റെ കൽപ്പനയാണ്. ഫൈലം തെക്കുൻ, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന് റസൂലുള്ള പറഞ്ഞത് പ്രസിദ്ധമായൊരു സംഗതിയാണ്. അതായത് തെക്കുൻ ഫിത്ന വ ഫസാദുൻ അരീദ്, വ്യാപകമായ കുഴപ്പവും ഫിത്നയും അതുകൊണ്ടുണ്ടായിത്തീരുമെന്നതാണ്. ഈ കാലത്ത് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന മാതാപിതാക്കൾ എവിടെ? ഇത്തരം കാര്യങ്ങൾ കേൾക്കുകയും അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികൾ എവിടെ എന്ന ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം. നമ്മുടെ വീടുകളിൽ നിന്ന് ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം മാറിപ്പോവുകയും ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഒരു സഹോദരി പറഞ്ഞത്, എൻ്റെ മകൻ ഇങ്ങനെ ഒരു പ്രണയത്തിലാണ്. പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിമായ പെൺകുട്ടിയെ ആണല്ലോ അവൻ പ്രണയിച്ചത്, അവൻ പ്രേമിച്ചത് എന്നൊരു സമാധാനമുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ പോലും ആലോചന ഇങ്ങനെയാണ്. നമ്മുടെ പെൺകുട്ടികൾ പ്രേമിക്കുന്നതും സ്നേഹിക്കുന്നതും ഒരു മുസ്ലിമിനെയാണല്ലോ എന്ന് പറഞ്ഞാൽ പേരുള്ള വെള്ളമടിക്കുന്നവനാകും, പ്രശ്നമില്ല. പക്ഷെ നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാവും, അത് പ്രശ്നമില്ല. ചെത്തിപ്പൊളിച്ച് അർമാദിച്ച് ജീവിക്കുന്ന ഇന്നത്തെ ന്യൂജൻ്റെ പ്രതിനിധിയാവും. അവിടെ നിസ്കാരമുണ്ടോ? അതിനെക്കുറിച്ച് ആലോചനയില്ല. അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണോ? ആലോചനയില്ല. ഇങ്ങനെ തുടങ്ങി ഇത്തരം കല്യാണങ്ങൾക്ക് ചൂട്ടുപിടിക്കാനും അതിന് ബലം കൊടുക്കാനുമുള്ള ഹദീസല്ല നമ്മളീ പറഞ്ഞത്. ദീനീബോധമുള്ള ഒരാളുടെ ആലോചന, അയാൾക്ക് സൗന്ദര്യമുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. അയാൾക്ക് പടച്ചവനെ പേടിയുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയമുള്ളവനാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അവളെ പോറ്റുന്നതോടെ അവളോട് മാനം മര്യാദയ്ക്ക് പെരുമാറി ജീവിക്കും. അവളുടെ സംരക്ഷകനാകും. ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും പരസ്പരം പങ്കിട്ട് സന്തോഷവും പങ്കിട്ട് ജീവിക്കുന്ന നല്ല ഒരു തുണയായി അവൻ മാറും. കാരണം അവന് ദീനുണ്ട്. ദീനില്ലാതെ മറ്റെന്ത് പരിഗണന വെച്ചാലും അവളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയാൽ, അവളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ, അവളുടെ മറ്റ് കാര്യങ്ങളിലൊക്കെ അവൻ സൗന്ദര്യം മാത്രം നോക്കി വിവാഹം ചെയ്തവനും, സമ്പത്ത് നോക്കി വിവാഹം ചെയ്തവനും, കുലമാഹാത്മ്യം നോക്കി വിവാഹം ചെയ്തവനുമൊക്കെ അതിൻ്റെ പേരിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതോടെ അവൻ ക്രൂരനാവുകയും മര്യാദ കെട്ട് പെരുമാറുകയും ചെയ്യും. നേരെ മറിച്ച് അള്ളാഹുവിനെ ഭയമുള്ള, പടച്ചവനെ പേടിക്കുന്ന, തഖ്വയുള്ള, ദീനുള്ള, റസൂലുള്ള പറഞ്ഞ ഫദ്ഫർ ബിദാത്തി ദീൻ, മതബോധമുള്ള, പരലോകബോധമുള്ള ഒരാളാണ് വിവാഹം ചെയ്യുന്നതെങ്കിൽ കാലാവസ്ഥ മാറിയാലും സാമ്പത്തിക സ്ഥിതി മാറിയാലും ശാരീരികമായ സൗന്ദര്യവും അതിൻ്റെ സൗന്ദര്യവും സൗകുമാര്യതയും ഒക്കെ മാറിയാലും ജീവിതത്തിലെ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ വന്നാലും അവിടെയൊക്കെ അയാളെക്കൊണ്ട് കഴിയും വിധം സംരക്ഷകനായും നല്ല രൂപത്തിലും ജീവിച്ചു പെരുമാറുന്ന ഒരാളെ കുടുംബജീവിതത്തിൽ അയാൾക്ക് കിട്ടും എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഫദ്ഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ളവരെ നീ തിരഞ്ഞെടുക്കുക. തെരിബത്തിയതാ, അല്പമൊക്കെ ബുദ്ധിമുട്ടിയാലും അത് ജീവിതത്തിൽ ഉപകാരപ്പെടും, പരലോകത്ത് അതിലേറെ ഉപകാരപ്പെടും. അപ്പം നമ്മളീ പറഞ്ഞ ഹദീസ് പ്രേമവിവാഹത്തിന് പെൺകുട്ടികൾ ആശിച്ച വിവാഹം ചെയ്തു കൊടുക്കണം എന്നതിനല്ല. നേരെ മറിച്ച് അവർ ആശിക്കുന്ന നല്ല വിവാഹം ദീനീ വിവാഹമാകണമെന്നും ആ ദീനുള്ള ഒരു ചെറുപ്പക്കാരൻ തേടി വരുമ്പോൾ സമ്പത്ത് പറഞ്ഞ് സൗന്ദര്യമില്ലായ്മ പറഞ്ഞ് നമ്മുടെ തറവാടിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അള്ളാഹു പറഞ്ഞതിനെതിരാണത്, റസൂലുള്ള പറഞ്ഞതിനെതിരാണ്. അപ്പോൾ ഈ കാര്യം ഈ കൂട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തൊരു കാര്യം കൂടി പറഞ്ഞ് ഈ സംഗതി സൂചിപ്പിക്കേണ്ടതുണ്ട്, അവസാനിപ്പിക്കുകയാണ്. അതായത് പെണ്ണുങ്ങൾക്ക് അവർക്ക് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതോടൊപ്പം പല വീടുകളിൽ നിന്ന് കേൾക്കുന്നൊരു പരാതി, പല കുടുംബങ്ങളുടെയും
സ്വൈരം കെടുത്തുന്നൊരു പരാതി. പല പെൺകുട്ടികളും അവരുടെ മുഖത്തുള്ള സൗന്ദര്യവും പ്രസന്നതയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ഇവൾക്ക് തൊഴിലുണ്ടാവും, ജോലി ഉണ്ടാവും, പക്ഷേ ആ ജോലിയുടെ ശമ്പളം കണക്ക് പറഞ്ഞ് അയാൾ വാങ്ങിവെക്കും. ഒന്നുകൂടി പറഞ്ഞാൽ അതിൻ്റെ കാർഡ്, ബാങ്കിൻ്റെ കാർഡ് അവളുടെ കയ്യിൽ നിന്ന് അയാൾ വാങ്ങിവെക്കും. അവൾ സമ്പാദിക്കുന്ന, അവളെടുക്കുന്ന തൊഴിലിൻ്റെ സമ്പാദ്യം അവൾക്കുള്ളതാണ്. അതിൻ്റെ 100% അവകാശം അവൾക്കാണ്. ആ കാർഡ് വാങ്ങി വെച്ച് നെളിഞ്ഞു നടക്കുന്ന ചാമ്പ്യന്മാരായ, അങ്ങനെയാണ് പെണ്ണുങ്ങളെ ഭരിച്ചു നടക്കേണ്ടത് എന്ന് വിചാരിക്കുന്ന കോന്തന്മാരെ, ഇത്തരം ആളുകളെ, വീരപ്പന്മാരെ ഇസ്ലാമിക സമൂഹം അനുവദിക്കുകയില്ല. കാരണം മഹർ അവളുടെ സ്വത്താണ്, അവൾ സമ്പാദിക്കുന്ന ധനം അവളുടേതാണ്. അവളുമായി നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ഇതിനൊന്നും കണക്ക് പറയാറില്ലെങ്കിലും പല ആണുങ്ങളും ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുകയും പെണ്ണിൻ്റെ സമ്പാദ്യത്തിൻ്റെ ബാങ്ക് അയാൾ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഏർപ്പാട് ഇസ്ലാമിക വിരുദ്ധമാണ്. അവളെ പോറ്റേണ്ടത് അയാളുടെ സമ്പാദ്യത്തിൽ നിന്നാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്, വബിമ അംഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാർ അവരുടെ ധനത്തിൽ നിന്ന് ചെലവഴിക്കുകയാണ് വേണ്ടത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവൾ സമ്പാദിക്കുന്ന ധനം അവളുടെ കുടുംബത്തിന് ആശ്വാസത്തിന് വേണ്ടിയാവാം, അവൾക്ക് സദക്ക ചെയ്യാനാവാം, അവൾക്ക് പരലോകത്തേക്ക് ആവശ്യമായ ഒരുപാട് നന്മകൾക്ക് വേണ്ടി നീക്കിവെക്കുന്നതിന് വേണ്ടിയാവാം. ആ കൂട്ടത്തിൽ അയാളെ ഒന്ന് സഹായിക്കാനും കൂടെയാവാം. ഇതിൻ്റെ ഒക്കെ അവകാശം അവൾക്കുള്ളതാണ്. ആ അവകാശം തട്ടിപ്പറിക്കാൻ ഒരു പുരുഷനും അള്ളാഹു അധികാരം കൊടുത്തിട്ടില്ല. പല വീടുകളിലും 2 പേരും ജോലി ചെയ്യുന്നവരുണ്ട്. വളരെ നല്ല രൂപത്തിൽ അവർ പരസ്പരം കൊണ്ടും കൊടുത്തും തർക്കിക്കാതെ വളരെ സ്നേഹത്തോടുകൂടെ അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ് എന്ന് വിചാരിച്ച് മത്സരിച്ച് ചെലവഴിക്കുന്നവരുണ്ട്. അതാണ് ഇസ്ലാമികമായ ദാമ്പത്യ ജീവിതം. അല്ലാതെ അവളുടെ സമ്പാദ്യം കൈക്കലാക്കി അതിനു വേണ്ടി ചീത്ത പറഞ്ഞും അവളെ ഭരിച്ചും നെട്ടിച്ചും ഭീഷണിപ്പെടുത്തിയും ചെയ്യുന്ന ഈ ഏർപ്പാട് ഇസ്ലാമിക വിരുദ്ധമാണ്. അത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതുപോലെ വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം എന്ന ആയത്തിനെതിരാണ് എന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ സഹോദരിമാർ അവരവരുടെ കുടുംബത്തിനെക്കുറിച്ച് ഈ കാര്യം നല്ല ബോധത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പുരുഷന്മാർ ഈ കാര്യം മനസ്സിലാക്കുകയും വേണം. അല്ലാഹു തആല ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ സംസാരിക്കാം. അല്ലാഹു തആല നല്ല മുസ്ലിങ്ങളായി ജീവിക്കുന്ന, ഇസ്ലാമിക കുടുംബമായി ജീവിക്കുന്ന, നല്ല മക്കളായി വളരുന്ന കുടുംബത്തിൽ ജീവിക്കുന്നവരും അവരുടെ മാതാപിതാക്കളാകുവാനും നല്ല ഇസ്ലാമിക ബോധത്തോടെ ജീവിക്കുന്ന ബന്ധുക്കളാവാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം അവൻ്റെ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.